സാറിന്റെ അപ്കമിംഗ് പ്രോജക്ട്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇപ്പോൾ കാളിദാസൻ കവിത എഴുതുകയാണെന്നുള്ള വർക്കാണ് നമ്മളിപ്പോ. ജസ്റ്റ് സിനിമ, ഞാൻ സിനിമയെ ചെയ്യാറുള്ളൂ, ഞാൻ ചെയ്യാറില്ല. അപ്പൊ ആ സിനിമ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. നോക്കിയപ്പോൾ മഴ നിങ്ങൾ കാണുന്നില്ല, എല്ലാവർക്കും മഴയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇന്റർവ്യൂവിനെ പറ്റുന്നത്. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ സെറ്റിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ ഷൂട്ടിംഗ് മുടങ്ങി. 3 വർഷത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ കുറച്ച് ഗ്രാമങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നുണ്ട്. ഗ്രാമം ചെയ്യുമ്പോൾ ഈ കൃഷ്ണൻ ആദ്യം ചെയ്ത് അത്ര എളുപ്പമല്ല ഈ 3 വർഷം ചെയ്യുന്നത്. അത്ര താരങ്ങൾ അത്ര വേണ്ട. അതേസമയം ക്രാഫ്റ്റിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ശരിക്കും തമിഴ്നാട്ടിലെ ഗ്രാമത്തിൽ നിന്നാണ് എടുക്കുന്നത്, ഉത്തർപ്രദേശിൽ പോയിട്ടാണ് ഞാൻ എടുക്കുന്നത്, ഹിന്ദി എടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കാളിദാസന് കവിത എഴുതുകയാണ് എന്ന സിനിമ ഒരു കോമഡി ഇതിലാണ്. കോമഡി ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പിലാണ്, നിങ്ങൾ ഈ മുൻകാലങ്ങളിൽ കണ്ട തറവിറ്റുകളോ അങ്ങനെ കോമഡിക്കായിട്ട് ഇപ്പോൾ ഒരു കോമഡി ആർട്ടിസ്റ്റ് ഇങ്ങനെ ഓടിപ്പോയി വീഴുന്നവരുടെ ഒരു ചാണകക്കുണ്ടിൽ വീഴുക വിറ്റ്, ഇങ്ങനത്തെ വിറ്റൊന്നല്ല. ഒരു നിങ്ങൾക്ക് വീട്ടിൽ പോയാലും ഒന്ന് ചിരിക്കാനും ചിന്തിച്ച് ഒരാളുടെ വിഷമത്തിൽ നിന്നുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ലൈഫ് ഒരാൾ വിറ്റിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ലൈഫിലെ ഒരു ഗതികേടിന്റെ ഭാഗമായി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു തമാശയായി മാറും. ക്ലാസ് വിറ്റുകൾ എനിക്ക് തോന്നുന്നു. എൻ്റെ കൃഷ്ണൻ രാധയിലും നമ്മള് കൃഷ്ണൻ രാധ ഒരു ഒരു വയലന്റ് ലവ് സ്റ്റോറിയാണ് എന്ന് ഞാൻ പറയണ്ടേ. തീർച്ചയായിട്ടും അതിൽ കോമഡിയുണ്ട്, തീർച്ചയായിട്ടും. അതിന്റെ ആദ്യ ഭാഗത്ത് നല്ല തമാശയിലൂടെയാണ് പോകുന്നത്. നല്ല തമാശ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് വിറ്റാണ്, അല്ലാണ്ട് ഒരു ആളുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഒരു പരീക്ഷ നടത്തി വെക്കുകയാണ് മലയാളത്തിൽ. അങ്ങനത്തെ തറ വിറ്റല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അറിയില്ല എങ്ങനെയാണ് പ്രേക്ഷകർ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫാണ് പടം കുറച്ചുകൂടി സീരിയസ് ആണ്. ഫസ്റ്റ് ഹാഫ് അപ്പൊ എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ കാളിദാസൻ കവിത എഴുതുന്നതാണ് കുറെ കൂടി. സിനിമ ഒരു കോമഡിയിൽ തുടങ്ങി കോമഡിയിൽ അവസാനിക്കുകയാണ് സിനിമ. ലോകചരിത്രത്തിൽ ആരും പറയാത്ത പ്രമേയമാണ് കൃഷ്ണൻ രാധ. അതേസമയം ലോകചരിത്രത്തിൽ എല്ലാവരും പറഞ്ഞൊരു പ്രമേയം ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ പറയുന്നത് മാത്രമാണ്. അതിൽ അത്ര വലിയ പുതുമയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നമാവും, കാരണം കൃഷ്ണൻ രാധ ഇത്രയും സീരിയസ് സിനിമയെന്നൊന്നും എനിക്ക് രക്ഷപ്പെടില്ല. 3ാമത്തെ സിനിമ ജിത്തുബായ് ആൻഡ് ചോക്ലേറ്റ് ബായ്. ജിത്തുബായ് ആൻഡ് ചോക്ലേറ്റ് ബായ് കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു കോളേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫിലിമായിരിക്കും ജിത്തുബായ് ആൻഡ് ചോക്ലേറ്റ് ബായ്. കാരണം ഞാൻ പറഞ്ഞ എല്ലാ സിനിമയും നമ്മൾ കൃഷ്ണൻ രാധയെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കൊരു ഇമേജ് വരും. എനിക്ക് ഇമേജ് താല്പര്യമില്ലാത്ത വ്യക്തി. അപ്പൊ ഇയാള് ചെയ്യുന്ന എല്ലാ സിനിമയും അതിലൊന്നും ഞാൻ പറഞ്ഞ നമ്മൾ തമാശയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നമ്മളൊരു നടനായിരിക്കണം ബേസിക്കലി. അതാണ് വേണ്ടത്. ഞാൻ നമ്മൾ സൂപ്പർ സ്റ്റാർ അതൊക്കെ വരുന്നും പോന്നും കളിക്കുന്ന കാര്യം. അതൊക്കെ ഒരു ഇമേജ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു കോമഡി ചെയ്തു, അടുത്തും കോമഡി, പ്രേക്ഷകർ ഇയാൾ വെറും കോമഡി ചെയ്യും അങ്ങനെ പറയിപ്പിക്കുന്നു ആളുകൾ. എനിക്ക് ശരിക്കും ഒരു സിനിമയിൽ വില്ലനായി അഭിനയിക്കണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഫ്രെയിമിൽ വരുമ്പോൾ ആളുകൾക്ക് ഇയാളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് സസ്പെൻസ് ഉണ്ടാകും. സാറിന്റെ ഹോബികൾ എന്തൊക്കെയാണ്? അതായത് ഈ സാറിന്റെ ഹോബി എന്ന് പറയാൻ സാറ് ഒരു സർവകലാവല്ലവനാണ്. ഒക്കെ സാർ ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലകളും കൈവച്ചിട്ടില്ല. എന്നിരുന്നാലും അതിന് പുറമെ എന്തൊക്കെ ഹോബികളാണ് സാറിനുള്ളത്? പ്രധാനമായിട്ടും എൻ്റെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് എഴുതുക, വായിക്കുക, പഠിക്കുക, പഠനമാണ്, വിജ്ഞാനം ഞാൻ ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ അവിടുത്തെ ഡിഫറൻസ് ഇപ്പൊ തന്നെ ഞാൻ കാര്യമായിട്ട് വായിക്കാൻ എനിക്കൊരു ബന്ധമില്ല. ഞാനതായി വായിക്കാറുണ്ട്. ഇതൊരു നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് 2 കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. പക്ഷെ നിഗൂഢ ശാസ്ത്രങ്ങളാണ് ഞാൻ വായിക്കാറുള്ളത്. നിഗൂഢ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നമുക്ക് നേരെ നോക്കുമ്പോൾ കാണില്ല, അതേസമയം പ്രൂവ് ചെയ്യാൻ സാധിക്കും, അല്ല അനുഭവിക്കാൻ സാധിക്കും. ഈ ഇതാണ് അതിലാണ് വരുന്നതാണ് ഞാൻ ധരിക്കുന്നത്. ദൈവം, പ്രേതം, മന്ത്രവാദം, ഹിപ്നോട്ടിസം, സൈക്കോളജി, മനസ്സ്. എനിക്ക് മനസ്സില്ല എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ മനസ്സ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് കാണിക്കല്ല. പക്ഷെ നമുക്കറിയാം എനിക്ക് മനസ്സിലായെന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെ ഫിലോസഫിക്കൽ. ഗാന്ധിയൻ ഫിലോസഫി, അതേപോലെ വിവേകാനന്ദ ഫിലോസഫി, ഒരുവിധം എല്ലാ ബൈബിൾ ആയിരുന്നു, ഗീതയുടെ പല വേർഷൻസ്. ഇതാണ് എൻ്റെ ടേസ്റ്റ്. ഇഷ്ടമാണ് ഏറ്റവും. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത്യാവശ്യം എന്താ പറയാ സ്ത്രീകളുമായിട്ട് അങ്ങനെ സല്ലപിക്കാൻ തെറ്റായ മീനിങ് എടുക്കരുത്. സല്ലപിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സല്ലപിക്കാൻ. 3ാമത്തെ ഇഷ്ടം സിനിമയാണ്. 3ാമത്തെ ഇഷ്ടമാണ് സിനിമ. മൂന്നാമതേ ഉള്ളൂ. 4ാമത്തെ ഇഷ്ടം ക്രിക്കറ്റ്. എനിക്ക് ഓഫീസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഏജിലുള്ള ഒരാൾ, എൻ്റെ ഏജ് എന്തായിക്കോട്ടെ, ഈ ഏജിൽ എൻ്റെ അത്രയും വായിച്ച ഒരാളുണ്ടാവില്ല, ഉറപ്പിച്ചും പറയാം. പക്ഷേ വായന എന്ന് പറയുമ്പോൾ ഞാൻ നോവലോ കഥയോ കവിതയൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചിരിക്കുന്ന മുഴുവൻ സാഹിത്യമാണ് കൂടുതലും. പക്ഷെ അതിലൊന്നും ഞാൻ ഒരു എന്താ പറയുക ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിലാണ് പഠിച്ചിരിക്കുന്നത്. അതിനോട് എനിക്ക് അങ്ങനെയോടൊരു പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. സാറിനെ എല്ലാം ആക്കി തീർത്ത സാറിന്റെ ആരാധകരോട് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ആരാധകരോട് വളരെ വളരെ സ്നേഹമുണ്ട്. കാരണം എൻ്റെ ആദ്യ സിനിമ റിലീസാവുന്നതിന് മുമ്പേ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്ന് പറയുകയും ഇപ്പോൾ തന്നെ കേരളം മുഴുവൻ അങ്ങോളം ഇങ്ങോളം
പ്ലസ് ബോർഡുകൾ വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല സത്യം. എന്നിട്ട് എനിക്ക് ഓരോ ഡിസ്ട്രിക്റ്റിൽ അത്യാവശ്യം കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയടാ എങ്ങനെ ഇന്ന സ്ഥലത്ത് എന്നെ വെച്ചു എന്ന് കേട്ടടാ ഒന്ന് പോയി നോക്കുന്നത്. ഒരു സന്തോഷാറെ വെച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ബൈ ചാൻസ് പറഞ്ഞാണ് എന്റെ മൂന്നാമത്തെ വർക്ക് ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായി ആണെന്ന് പറഞ്ഞു. പക്ഷെ ജിത്തുബായി എന്ന ചോക്ലേറ്റ് ബായി എന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ വച്ച് വെച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മളിവിടെ എന്റെ മനസ്സിൽ സ്ക്രിപ്റ്റിന്റെ ബാധ്യതയിൽ ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ജിത്തുബായി ചോക്ലേറ്റ് ബായി ഭയങ്കര ഹിറ്റ് ആയിട്ട് ഹിറ്റ് ആയി മീൻസ് ആളുകൾ അത്ര എൻസൈറ്റഡ് ആണ്. അപ്പൊ അത്രയൊക്കെ ആളുകൾ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു സിനിമ ഒറ്റ സിനിമ കൊണ്ട് ഒരു രാത്രി കൊണ്ട് സൂപ്പർ സ്റ്റാർ ആയവരുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ആ സിനിമ റിലീസ് ആയതിനു ശേഷം ഇപ്പൊ സൽമാൻ ഖാൻ അമീർ ഖാൻ ഇവരുള്ള ആളുകൾ മലയാളത്തിലെ ചില സ്റ്റാറുകളൊക്കെ ആദ്യ ദിവസം കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ആദ്യ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പാട്ട് റിലീസ് ആയപ്പോ തന്നെ ഞാൻ കാണില്ല. അത് ഞാൻ പറഞ്ഞു ആദ്യം ഇതിലെ വിറ്റ് എന്ന് വെച്ചാൽ എന്റെ മൂന്നാമത്തെ സിനിമയ്ക്ക് പ്ലസ് ബോർഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കാം, എന്റെ കൃഷ്ണ 6 മാസം മുമ്പ് തുടങ്ങിയ കൃഷ്ണൻ രാധയ്ക്ക് വേണ്ടി ഓഡിയോ റിലീസായപ്പോൾ എന്റെ ആരാധകർ പറയാം, സാറേ നിങ്ങളെന്താ ഈ ബോർഡൊന്നും വെക്കാം, ഇത്രയും നല്ല സോങ് അല്ലേ, കുറച്ച് പ്ലസ് ബോർഡൊക്കെ വെക്കില്ല. ഞാൻ പറയടാ നല്ല സോങ് ആണെങ്കിൽ ആളുകൾ വന്ന് വാങ്ങിയിരിക്കും. മൗത്ത് പബ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാനത് പ്രൂവ് ചെയ്തു. അതേപോലെ അതെ ഞാൻ പറയാം, ഞാൻ കൃഷ്ണൻ രാധയ്ക്ക് വേണ്ടി 5 പൈസ പോലും ഞാൻ നിങ്ങളോട് പറയുന്ന നിമിഷം വരെ ഞാൻ ചെലവാക്കിയോട് പ്ലസ് ബോർഡ് ഞാൻ എന്റെ പൈസയിൽ ഞാൻ വെച്ചില്ല. എനിക്ക് തുടങ്ങാനിരിക്കുന്ന മൂന്നാമത്തെ പ്രൊജക്റ്റിനെ കൊണ്ടിരിക്കുന്ന ആളുകൾ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു ഈയിടെ സ്ത്രീകൾ കുറെ വിളിക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകളായിട്ട് 1-2 സ്ത്രീകൾ തീർച്ചയായിട്ടും ഇപ്പൊ പലരും സ്ത്രീകൾ മാത്രമേ പുരുഷന്മാരോട് പറയുന്നത് സന്തോഷമായിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷത്തിനൊരു കാര്യം ചെയ്യണം, ഒന്നുകിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ടെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അതൊന്നൊരു മെത്തേഡല്ല. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു 10 ആള് നമ്മളവിടെ അങ്ങനെ പറയുന്ന വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ചന്ദ്രന്റെ നേരെ ഒരു നായ വച്ചും ചേച്ചി ചന്ദ്രൻ പേടിച്ചു പറഞ്ഞ കാര്യമില്ല ഡോക്ടറെ, അങ്ങനെയല്ലേ ഉള്ളൂ. നമ്മളങ്ങനെ പേടിച്ചു പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇനിമേ അവർ പണിയുന്നു, നമ്മൾ പണിയുന്നു. പക്ഷെ ആ കുട്ടി പറഞ്ഞ സന്തോഷമായിട്ട് എനിക്ക് ശരിക്കും കണ്ണിൽ വെള്ളം പറയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് മോശമാണ്. സന്തോഷമായിട്ടുള്ള വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ പറയുന്നു. എനിക്ക് ഫീൽ ചെയ്യുന്നു, സന്തോഷമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കുടത്തിന്റെ വായ നമുക്ക് അടയ്ക്കാൻ പറ്റും, ബാക്കിയുള്ളവർ അവന്റെ അസൂയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കി എന്റെ ആരാധകർക്ക് വളരെ പ്രയാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. കാരണം വെച്ചാൽ എനിക്കത് പ്രശ്നം വരുന്നില്ലെങ്കിലും അവരെ അത് വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ്. കാരണം അവർ ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്യുക, എനിക്ക് ഫുൾ സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോഴും ഒരു സൈഡിലുള്ള ആളുകൾ ഇങ്ങനെ ബോധപൂർവ്വം ചെയ്യുന്നു. അപ്പൊ എനിക്ക് ആരാധകരോട് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നിലവിൽ കമന്റ്സ് ഒക്കെ ഇടുന്ന ആളുകൾ ആരട്ടെ നിങ്ങളുടെയൊക്കെ ഇടയിലുള്ള ആളുകൾ തന്നെയാണ് ആളുകളാണ്. അപ്പൊ അവരെ ഒന്നുകിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് എന്തിനാ ചെയ്യുന്നു, വേറെ ആളുടെ ഒരു ഔദാര്യമല്ലേ എന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറിന്റെ ഫോൺ നമ്പർ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എല്ലായിടത്തും ഉണ്ടല്ലോ, വീണ്ടും വേണം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ തീർച്ചയായിട്ടും നോട്ട് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ യൂട്യൂബിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ പ്രാവശ്യം 1-2 പ്രാവശ്യം ഞാൻ യൂട്യൂബ് കണ്ടിട്ടുള്ളൂ. കമന്റ് എഴുതിയോ പരസ്പരം വായിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഞാനത് കണ്ടപ്പോ കുറെ എന്റേതല്ലാത്ത കുറെ റോങ് നമ്പർ അതിൽ എഴുതി കാണും. ഇതാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ നമ്പർ, ഇതാണ് നമ്പർ. എന്തിന് ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ പറയാം എന്റെ നമ്പർ എന്തിനാ നിങ്ങൾ കാരണം പത്തുന്നല്ല എനിക്ക് 10-25 തല്ലിപ്പൊടി നമ്പർ വെറുതെ അതിൽ കാണുമ്പോൾ എന്തിന് എന്റെ നമ്പർ ഇതാണ് 9947725911. സ്ലോ ആയിട്ടൊന്ന് പറയാം. ഓക്കെ തീർച്ചയായിട്ടും 9947725911 25911 99-477 25-911. ഈ ഫോണ് ഏത് പാതിരാത്രിക്ക് നിങ്ങൾക്ക് തന്നെ വിളിക്കാം. എന്തായാലും വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഒരേ സമയം പ്രസിദ്ധിയും കുപ്രസിദ്ധിയും സുപ്രസിദ്ധിയും ഒരേപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും ഈ ഭൂമിയിൽ ഇന്നവരെ കണ്ടുപിടിക്കാൻ പറ്റിയ ഏറ്റവും മോശമായ വാക്കുകൾ നിങ്ങൾ എന്നെ ഫോൺ ചെയ്താലും ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നതല്ല. ഞാൻ നിങ്ങൾക്ക് സമാധാനമായ ഞാൻ നിങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന രീതി നല്ല ഉപദേശങ്ങളും. കാരണം വെച്ചാൽ ഞാൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള കുറെ ആളുകളെ ഹാൻഡിൽ ചെയ്യാറുണ്ട്. എനിക്ക് ആര് ഫോൺ ചെയ്യുകയാണെങ്കിലും അത് ഏത് ഞാനൊരു രോഗിയായാലും എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കിട്ടും, അതിനുള്ള പരിഹാരം ഞാൻ തരുന്നതാണ്. അല്ലെങ്കിൽ അതേപോലെ ആരാധകരായാലും ഒരു പ്രശ്നം എനിക്കില്ല. രാത്രി 2 മണിക്കും 12 മണിക്കൊക്കെ നിങ്ങൾക്ക് വിളിക്കാം. കാരണം ഞാൻ വളരെ കുറച്ച് സമയം ഉറങ്ങാറുള്ളൂ. 12-4 ഇടയിലാണ് സാധാരണഗതിയിൽ ഉറങ്ങാറുള്ളത്. പഠിക്കുന്ന സമയത്തെ ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള സ്വഭാവമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എനി ടൈമിൽ വിളിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിളിക്കുന്നവർ മിനിമം മര്യാദ കീപ്പ് ചെയ്താൽ നന്നായിരുന്നു. സാർ അടുത്ത സാറിന് 8 ഹിറ്റ് ഗാനങ്ങളാണ് ഇന്ന് കേരളക്കരയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു 2 ലൈൻ വെച്ച് ഗാനങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം അവരൊക്കെ വളരെ ഈഗറായിട്ട് സാറിന്റെ വായിൽ നിന്നത് കേൾക്കാൻ ലൈവായിട്ട്
ഒരു 2 പേര് ഒന്ന് മൂളാം. ഇപ്പൊ യൂട്യൂബ് കേട്ടുകഴിഞ്ഞാൽ ഓരോരുത്തർക്ക് വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടൊരു ഇല്ല എന്തായാലും സാർ ലൈവായിട്ട് കേൾക്കുന്ന സാർ തന്നെ പറഞ്ഞല്ലോ ആരാധകർ സാറിന്റെ തീർച്ചയായിട്ടും വിമർശകരെ നോക്കണ്ട, ആരാധകരെ ആലോചിച്ചിട്ടെങ്കിലാണല്ലോ സാർ ഇന്നത്തെ വളർച്ചയ്ക്ക് പിന്നെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഒരു ഓക്കെ ഓക്കെ. എന്തും കുട്ടികളും നല്ല തുടങ്ങുന്നത്, കുട്ടികളെ പാട്ടിലും തുടങ്ങും. മനോഹരമായതാണ്. ഓക്കെ ഓക്കെ. അങ്കനവാടിയിലെ ടീച്ചറേ, അങ്കനവാടിയിലെ ടീച്ചറേ, ചക്കരത്തേനൂറും മക്കളെ, ചക്കരത്തേനൂറും മക്കളെ, പഠിച്ചു പഠിച്ച് ബോറടിച്ചു, കളിച്ച് കളിച്ച് കറങ്ങിടാം, പഠിച്ചു പഠിച്ച് ബോറടിച്ചു, കളിച്ച് കളിച്ച് കറങ്ങിടാം. അയ്യോ പറ്റില്ല, തീരെ പറ്റില്ല, അയ്യോ പറ്റില്ല, തീരെ പറ്റില്ല. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായി വന്നു ചേർന്ന് നിന്ന് കാളന്തിയാറ്റിൽ കുളിക്കുന്നരം ഗോപികമാർ വന്ന് കൂട്ടുകൂടി. തന്നന്നന്താനന്ന തന്നാനെ തന്നെ, തന്നന്നന്താനന്ന തന്നാനെ, തന്നന്നന്താനന്ന തന്നാനെ തന്നെ, തന്നന്നന്താനന്ന തന്നാനെ. അടുത്തതായിട്ട് ഇത് കാണാൻ അടുത്തത് നമുക്ക് രാത്രി ശിവരാത്രി ഹരിശ്രീ കുറിച്ച് കാണാം. ഹരിശ്രീ കുറിച്ച് കാണാം തീർച്ചയായിട്ടും. എന്റെ ടോണൊന്നും നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഇന്നലെ നൈറ്റിൽ കംപ്ലീറ്റ് സ്റ്റുഡിയോയിലായിരുന്നു, പുറക്കൊഴിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഗായകരൊന്നല്ല, ബാത്റൂമിൽ പോലും കാര്യമായിട്ട് പാടാത്തൊരു ചങ്ങാതിയാണ്. അതൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞാൽ മതി. രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി, ജന്മം പുനർജന്മം നീ എന്നും കാമാക്ഷി, രാഗമനുരാഗം നീ എന്നും അനുരാഗി, പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി. ഓ പ്രിയേ, ഓ പ്രിയേ, ഓ പ്രിയേ. സാറിന്റെ അടുത്ത് റിലീസാകാൻ പോകുന്ന മാമാ മായാവി വളരെ ഫണ്ണിയായിട്ട് നല്ല അതിമനോഹരമായിട്ട് അതിന്റെ സംഗീത സമയം കഴിവുള്ള ആൾക്കേ പറ്റുള്ളൂ. തീർച്ചയായും ആണോ? അങ്ങനെ തോന്നി. ഞാൻ അതിന്റെ ഒരു സോങ്ങിന്റെ ഉണ്ടായ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇങ്ങനെ ഈ സോങ് ഇതിലേക്ക് വന്നതെന്നുള്ളത്. അപ്പൊ ഞാൻ നായികമാർക്ക് വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു കുട്ടി വന്നു, ആ കുട്ടിയെ പാട്ടെല്ലാം കേട്ടു. അപ്പൊ എന്നോടൊന്ന് സന്തോഷ് സാറേ കുട്ടിക്ക് വലിയ ഹാപ്പിയല്ല, പാട്ടൊക്കെ രസമായിരുന്നു, പക്ഷെ ഒരു എന്താണ് പറയാ ഒരു തമിഴ് സ്റ്റൈലിലെ പാട്ടുകളൊന്നും ഇല്ല, ഒരു ഐറ്റം ഡാൻസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് എന്റെ തോന്നൽ എന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെർഫെക്റ്റ് പാട്ടാണ്. അന്ന് ഈ കുട്ടി പോലും ചൂടായിട്ട് അലച്ചിട്ടുകൊണ്ട് ഞാൻ എഴുതിയൊരു പാട്ടാണ് മമ്മമായ. ആ കുട്ടിക്കാരനാണെന്നൊരു മമ്മമായ എന്നൊരു പാട്ട് വരുന്നുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരോട് വിഷയം പറഞ്ഞപ്പോൾ പറയാ സന്തോഷം, ഈ ചൂടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോലും രാജിവെക്കലൊക്കെ കിട്ടും, ചൂടായിട്ട് പാട്ടാണ്. അങ്ങനെ 5 മിനിറ്റ് ആ കുട്ടി വീട്ടിന്റെ അടുത്ത് തന്നെയായിരുന്നു. ആ കുട്ടി വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ എഴുതിയ പാട്ടാണ് മമ്മമായ. എന്നിട്ട് ഈ പാട്ട് മാത്രമായിട്ട് ഞാൻ പാടി മിക്സ് ചെയ്തു, എല്ലാം പെട്ടെന്ന് ചെയ്താണ്. കാരണം ശരിക്കും ഓഡിയോ റിലീസ് ചെയ്യുന്ന തൊട്ടും പാടാം. അന്നൊക്കെ 7 പാട്ടായിരുന്നു. ഓക്കെ ഓക്കെ. മായാവി ഡാഗിനി ലവയടാ ബോറായടി കിസ്താടാ മിസ്സായടി, സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ഹേയ് ഹേയ് മറ്റു ദിവസങ്ങൾ ഹോളിഡേ, ഹേയ് ഹേയ് സൺഡേ മാത്രം വർക്കിംഗ് ഡേ, ഹേയ് ഹേയ് മറ്റു ദിവസങ്ങൾ ഹോളിഡേ, ഒല്ലെ 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 ഒല്ലല്ലേ ഒയെ 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 ഒല്ലെ 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 ഒല്ലല്ലേ ഒയെ 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 ഒയെ. ഓക്കെ, താങ്ക്സ്.